എപ്പോഴും ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. ഇപ്പോൾ ജമ്മുവിൽ നിന്നും വരുന്ന ഒരു വിവരം അനുസരിച്ചിട്ട് നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ജമ്മുവിൽ തന്നെ ഒരു ഗ്രാമത്തിൽ വീണ്ടും ഒരു ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പറയുന്നുണ്ട്. വലിയ തോതിലുള്ള ആക്രമണമാണ് ഇന്ന് പുലർച്ചെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലേക്ക് കടന്നാക്രമിച്ചാണ് ഇന്ത്യ ഇന്ന് തിരിച്ചടി നടത്തിയത്. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട 3 വ്യോമതാവളങ്ങൾ തകർത്തിട്ടുണ്ട്. അതിൽ നൂർഖാൻ അടക്കമുള്ളവയുണ്ട്. ഈ പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ നടപടി പാകിസ്ഥാൻ അത് ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയും ഡൽഹി കേന്ദ്രമാക്കി ഡൽഹിയിലെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഫത്തേ മിസൈൽ അയക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മിസൈൽ സിർസയ്ക്ക് സമീപം വെച്ച് ഇന്ത്യ തകർത്തിട്ടുണ്ട്. അതായത് ഹരിയാനയിലെ ഹിർസയിൽ വെച്ച് ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വരുന്ന വിവരം. അതായത് പാകിസ്ഥാൻ വലിയ തോതിലുള്ള പ്രകോപനമാണ് നടത്തുന്നത് എന്നർത്ഥം. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ നാഷണൽ കമാൻഡ് അതോറിറ്റി വിളിച്ചിട്ടുണ്ട്. അതായത് ആണവ ആയുധങ്ങളുടെ നിയന്ത്രണത്തിലുള്ള അതോറിറ്റിയുടെ യോഗം പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ലോകരാഷ്ട്രങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ വലിച്ചിഴയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഗൗരവത്തോടെയുള്ളൊരു സംഭവം രാവിലെ നടന്നത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അദ്ദേഹം നേരിട്ട് പാകിസ്ഥാൻ്റെ സൈനിക തലവനെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക മേധാവിയെ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ വിദേശ സെക്രട്ടറി വിളിച്ച് സംസാരിക്കുക എന്നുള്ളത് സാധാരണയായുള്ള പതിവല്ല. ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തലവനുമായിട്ടോ അല്ലെങ്കിൽ വിദേശ സെക്രട്ടറിയുമായിട്ടൊക്കെ സംസാരിക്കുന്നത് സാധാരണ പതിവുള്ളതാണ്. പക്ഷേ ഇതൊരു അസാധാരണ നീക്കമാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി പാക് സൈനിക മേധാവിയെ വിളിച്ച് നേരിട്ട് സംസാരിക്കുന്നുവെന്ന് അവർ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇന്ത്യയുടെ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ്റെയും പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ ആക്രമണങ്ങളുടെയൊക്കെ വിവരങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ വിദേശ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ തുടങ്ങുകയും ചെയ്യും. പാകിസ്ഥാനിലെ 8 നഗരങ്ങളിലാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. അത് ലാഹോർ, പെഷാവർ, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ അതിലുണ്ട്. റാവൽപിണ്ടിക്ക് സമീപം കഹൂട്ടയിലും ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുണ്ട്. കഹൂട്ടയിലാണ് പാകിസ്ഥാൻ്റെ AQ ഖാൻ ഗവേഷണ കേന്ദ്രമുള്ളത്. അതായത് പാകിസ്ഥാൻ്റെ ആണവ ആയുധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്ന ലബോറട്ടറി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കഹൂട്ടയിൽ. ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ഈ കഹൂട്ടയിലും വ്യോമാക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന വിവരം. ഇപ്പോൾ മറ്റൊരു വിവരം വരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ അജിത് ഡോവൽ എത്തിയിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒരു ഉന്നതതല യോഗം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിരോധ മന്ത്രിയും സേനാ മേധാവികളുമായും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായും കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. വലിയ മുന്നൊരുക്കം നമ്മൾ നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ്. അതിന്റെ തുടർച്ച അത്തരം കൂടിയാലോചനകളും വളരെ ഗൗരവത്തിലുള്ള നീക്കങ്ങളും ഒക്കെ നടക്കുകയാണ്. ബസന്ത്, ഇപ്പോൾ പാകിസ്ഥാന് നമ്മൾ നൽകിയ തിരിച്ചടിയുടെ വിശദാംശങ്ങളാണ് നേരത്തെ വിശദമായി തന്നെ ബസന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയെ ലക്ഷ്യമിട്ട് അവർ നടത്തിയ ആക്രമണങ്ങൾ, കഴിഞ്ഞ രാത്രി നടത്തിയ ആക്രമണങ്ങൾ, ഇപ്പോൾ 26ഓളം നഗരങ്ങൾ ലിസ്റ്റ് ചെയ്ത് തകർക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണല്ലോ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജമ്മു കശ്മീർ മാത്രമല്ല, പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലെയും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ഇടങ്ങൾ ലക്ഷ്യം വെച്ചു. ഒടുവിൽ ഡൽഹിയെ തന്നെ ലക്ഷ്യം വെച്ച് മിസൈൽ അടയ്ക്കുന്നു. ആ നീക്കവും സിർസ മിസൈൽ അടയ്ക്കുന്നു. ആ നീക്കവും നമ്മൾ തകർക്കുകയാണ്. അവന്തിപ്പോരെ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്നു. സുവർണക്ഷേത്രം ലക്ഷ്യം വെക്കുന്നു. അങ്ങനെ ഏതൊക്കെ ടാർഗറ്റുകൾ ലക്ഷ്യമിട്ട് തിരിച്ചടിക്കാം എന്ന ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമ്മുടെ ഇടങ്ങളിൽ പലയിടത്തു നിന്നും മിസൈലിന്റെയും മറ്റും ദൃശ്യങ്ങൾ വരുന്നുണ്ടല്ലോ. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ചെറിയ തോതിലെങ്കിലും സാധാരണക്കാർക്ക് നാശനഷ്ടം ഉണ്ടായതായോ വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയതായോ ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? രതീഷ്, ജമ്മുവിലും അതോടൊപ്പം തന്നെ ഗുരുദാസ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഡ്രോണുകൾ പതിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ തകർത്ത ഡ്രോണുകൾ പതിച്ചത് പലതും വീടുകൾക്ക് മുകളിലാണ്. ജമ്മുവിൽ പാകിസ്ഥാൻ്റെ തന്നെ നേരിട്ടുള്ള ഒരു ആക്രമണമാണ് നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു വീട് തകർന്നിട്ടുണ്ട് ജമ്മുവിൽ. മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ ഡ്രോൺ പൊട്ടിത്തെറിച്ച് വീഴുന്നതൊക്കെ സാധാരണ ജനങ്ങളുടെ മേലാണ്. മാത്രമല്ല പാകിസ്ഥാൻ പല സ്ഥലങ്ങളിലും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഷെല്ലിംഗ് നടത്തിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാന് കൈവിട്ട കളിയിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. സൈനിക താവളങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി ജനവാസ കേന്ദ്രങ്ങളും സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ
തന്നെ പാകിസ്ഥാൻ വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്ന് രജൗരിയിൽ അവിടുത്തെ DDC ഉദ്യോഗസ്ഥൻ മരിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത്. അത്തരത്തിലൊരു സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ തിരിച്ചടിയുടെ പ്രഹരശേഷി വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ നടക്കുന്ന ആക്രമണത്തെ വെറുതെ നോക്കിയിരിക്കാൻ ഇന്ത്യ തയ്യാറാകുകയുമില്ല എന്നുള്ളത് പാകിസ്ഥാന് വ്യക്തമായി അറിയാം. ഇന്ത്യയുടെ തിരിച്ചടി അതിപ്രഹരശേഷിയുള്ളതായിരുന്നു എന്ന് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. അതായത് വ്യോമതാവളങ്ങൾ തകർക്കുമ്പോൾ വ്യോമതാവളങ്ങളുടെ റൺവേയിൽ ഉണ്ടായിട്ടുള്ള ഗർത്തത്തിൻ്റെ ആഴം നോക്കുമ്പോൾ ഇന്ത്യ അവിടെ വിക്ഷേപിച്ച പേലോഡിൻ്റെ അല്ലെങ്കിൽ ബോംബിൻ്റെ ആ ഒരു ടൺ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണക്കെടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇന്ത്യ ചെറുതായിട്ടുള്ളൊരു തിരിച്ചടി മാത്രമല്ല നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ പാകിസ്ഥാൻ്റെ ഈ വ്യാജ വാർത്തകൾ പലതും വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഞങ്ങൾ തകർത്തു, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു വനിതാ പൈലറ്റിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തുടങ്ങിയ വ്യാജ പ്രചരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ പ്രതിരോധ സംവിധാനം തകർത്തു എന്നുള്ളത് പാകിസ്ഥാനേക്കാൾ ഉപരി ചൈനയാണ് ആ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ചൈനയുടേതാണ് ആ പ്രതിരോധ സംവിധാനം എന്നുള്ളതാണ്. അപ്പോൾ ചൈന പറയുന്നു ഞങ്ങളുടെ വിമാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർക്കുന്നു എന്നുള്ള തരത്തിലുള്ള വീരവാദം ആണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് കശ്മീരിൽ ഇന്ന് രാവിലെ വലിയ തോതിലുള്ള പോരാട്ടമായിരുന്നു വ്യോമസേനകൾ തമ്മിൽ. അല്ലെങ്കിൽ കശ്മീരിൻ്റെയും ജമ്മുവിൻ്റെയും ആകാശത്ത് വ്യോമസേനകളും തമ്മിൽ വലിയ പോരാട്ടം നടന്നു. അതിൽ രണ്ട് വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ 2 വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നാണ് അവിടെ നിന്നും വരുന്ന വിവരം. അതായത് JF-17 വിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ ഈ പൈലറ്റുമാരെയും തേടി ഗ്രാമവാസികളുടെ സഹായത്തോടെ സുരക്ഷാ സേന പരിശോധന നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്.